ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഇതിൽ കൂടുതലും സ്റ്റഡീസിലെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും എത്രത്തോളം വലുതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇതിൽ എഴുത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ റൈറ്റിംഗ് അതേപോലെ തന്നെ കോൺവെർസേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ പഠനത്തിൻ്റെ ഭാഗമാകുന്നുണ്ടെന്നും അത് എങ്ങനെയാണെന്നും പഠനത്തിൽ വരുന്ന പോരായ്മകളെ എങ്ങനെ പരിഹരിക്കാമെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഠനത്തിന് മെയിനായിട്ട് 3 ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഡിലൈറ്റ്, ദെൻ ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ്, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നവരുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ന ഉദ്ദേശം മാത്രം. പിന്നെയോ ഒരു അലങ്കാരം മാത്രം, അതായത് ഓരോ ഡിഗ്രീസ് എടുക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടുന്ന ഓരോ പ്രൗഢിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡിഗ്രികൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം. പിന്നെ സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നവരുമുണ്ട്. സ്വകാര്യ ജീവിതത്തിലെയും വാർദ്ധക്യത്തിലെയും വിരസത മാറ്റുന്നതിന് വേണ്ടി എഴുത്തും വായനയും ഒക്കെ നടത്തുന്നവർ മാനസിക ഉല്ലാസത്തിന് വേണ്ടി പഠിക്കുന്നവരുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതായത് കുറച്ച് പ്രായമൊക്കെ ആയവർ. പിന്നെ ആശയവിനിമയം കൂടുതൽ അലങ്കാരമാക്കുന്നതിനും സംസാര ശൈലി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പഠിക്കുന്നവരാണ് ആലങ്കാരികമായിട്ട് പഠിക്കുന്നവർ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഇതുപോലെ ഔദ്യോഗിക ജീവിതത്തിലെ ഉന്നതിക്കും വേണ്ടി പഠിക്കുന്നവരാണ് കഴിവ് വർദ്ധിപ്പിക്കാൻ പഠിക്കുന്നവരുടെ ഗണത്തിൽപ്പെടുന്നത്. പഠനത്തിന് വേണ്ടി വളരെയധികം സമയം ചെലവഴിക്കുന്നത് അലസത ഉണ്ടാക്കിയേക്കാം. ബുദ്ധിയുള്ളവർ പഠനത്തിലൂടെ ജന്മസിദ്ധമായ കഴിവുകൾ വളർത്തിയെടുക്കും. അതൊരു ചെടിയെ വളർത്തി സംരക്ഷിക്കുന്നത് പോലെയാണെന്നാണ് ഫ്രാൻസിസ് ബേക്കൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത്. കൂർമ്മ ബുദ്ധിയുള്ളവർ പഠനത്തെ നിരാകരിച്ചേക്കാം, സാധാരണക്കാരോ അതിനെ ബഹുമാനത്തോടെ സ്വീകരിക്കും. ജ്ഞാനികൾ പഠനത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ലേഖനത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. To spend too much time in studies is sloth. To use them too much for ornament in affection. To make judgment wholly by their rules is the humor of a scholar. They perfect nature and are preferred by experience. For natural abilities are like natural plants that need pruning by study, and studies themselves to give forth directions too much at large, except they be bounded by an experience. വായിക്കുക എന്നത് മറ്റുള്ളവരെ എതിർക്കാനോ തർക്കിക്കാനോ വായിക്കുന്നത് എന്തും തെളിവില്ലാതെ വിശ്വസിക്കാനോ വെറുതെ സംസാരിക്കുന്നതിന് വേണ്ടി വിഷയങ്ങൾ കണ്ടെത്തുവാനോ അല്ല, പകരം മാനസികമായ ബുദ്ധിവികാസത്തിനും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതിനും വേണ്ടി കൂടിയാണ്. ചില പുസ്തകങ്ങൾ വെറുതെ വായിച്ചു പോകേണ്ടവയും ചില പുസ്തകങ്ങൾ പൂർണ്ണമായി അതേപടി ഉൾക്കൊള്ളേണ്ടവയും ചില പുസ്തകങ്ങൾ അപഗ്രന്ഥിച്ച് മനസ്സിലാക്കേണ്ടവയുമാണ്. ചില പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടെ വായിക്കാവുന്നതാണ്. അവർ വായിച്ച് അതിൻ്റെ ചുരുക്കം പറഞ്ഞു തരും. അത്ര പ്രാധാന്യമല്ലാത്ത പുസ്തകങ്ങളായിരിക്കണം ഇപ്രകാരം ചെയ്യേണ്ടത്. പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ ചുരുക്കി വായിച്ചാൽ അതിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടണമെന്നില്ല. വായനയാണ് ഒരു വ്യക്തിയെ പൂർണ്ണമാക്കുന്നത്. സംവാദം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഡിസ്കഷൻ ഡിബേറ്റ്സ് ഒരാളെ കഴിവുള്ളവനാക്കും. എഴുതുന്നത് ഒരാളെ പരിപൂർണനാക്കും. ചരിത്ര പഠനം അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നത് ഒരാളെ അറിവുള്ളവനാക്കും. കവിതാ പഠനം ഒരാളെ ആസ്വാദകനാക്കും. കണ്ട, ഓരോ പഠനവും ഓരോരുത്തരെയും വ്യത്യസ്ത രീതികളിലാണ് സ്വാധീനിക്കുന്നത് അല്ലേ. ഗണിതവും മാത്സ് പഠിക്കുന്നത് ആളുകളെ സൂക്ഷ്മതയുള്ളവരാക്കും. പ്രകൃതി പഠനം ഒരാൾക്ക് ആഴത്തിലും വിദഗ്ധമായും മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകുന്നു. അതായത് പഠനം ഒരാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കും. ശരീരരോഗങ്ങൾക്ക് പരിഹാരമായി വ്യായാമം ചെയ്യുന്നത് പോലെ പഠനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനും മാർഗങ്ങളുണ്ട്. ഒരാൾക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ലെങ്കിൽ അവൻ ഗണിതം പഠിക്കണം. ഗണിത പഠനം ഒരാളിൽ ഏകാഗ്രത ഉണ്ടാക്കും, അതായത് മനസ്സ് നല്ല കൂർമ്മമാക്കി വെക്കാൻ പറ്റുന്നു. അതുപോലെ ഒരു വ്യക്തിക്ക് കാര്യങ്ങളിൽ ആഴത്തിൽ ചിന്തിക്കാനും മറ്റൊന്നിൻ്റെ സഹായത്തോടെ തെളിയിക്കാനും കഴിയുന്നില്ലെങ്കിൽ അവൻ നിയമം പഠിക്കണം, ലോയാണ് അവൻ പഠിക്കേണ്ടതെന്ന്. അങ്ങനെ മനസ്സിൻ്റെ എല്ലാ കുറവുകളും വായനയിലൂടെ അല്ലെങ്കിൽ പഠനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ് ബേക്കൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ പറയുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Question: What kind of books can be read by deputy? In less important books, which means arguments. Next question: What does reading make a man? In reading make a full man. അല്ലേ, ഒരു മനുഷ്യനെ എന്താക്കി കളയും, പൂർണ്ണനാക്കി കളയുന്നു അല്ലേ, പൂർണ്ണനാക്കി മാറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: What does conference make a man? കോൺഫിഡൻസ് എങ്ങനെയാണ് ഒരാളെ എന്താക്കും, റെഡി മാനാക്കി മാറ്റും. വാട്ട് ഡസ് റൈറ്റിംഗ് മേക്ക് എ മാൻ? റൈറ്റിംഗ് എഴുതുന്നത് എങ്ങനെയാണ് ഒരാളെ എന്താക്കി മാറ്റും, എക്സൈറ്റ് മാനാക്കി മാറ്റും. പിന്നീട് അദ്ദേഹം പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ ടേസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മെൻ ബൈ ടേസ്റ്റിംഗ്, സോളോവിങ് ആൻഡ് ഡൈജസ്റ്റിംഗ് ബുക്സ്. എന്താ പറയുന്നത്, ഇതൊരു മെറ്റഫറാണ് കേട്ടോ. അതായത് റീഡിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന പലതരത്തിലുള്ള മെറ്റഫേഴ്സാണ്. അപ്പോൾ ടേസ്റ്റിംഗ് എങ്ങനെയാണ്? ടേസ്റ്റിംഗ് മീൻസ് സാമ്പിളിംഗ് പാർട്സ് ആണ്. സോളോയിങ് മീൻസ് റീഡിങ് ഇൻ ജനറൽ വിത്തൗട്ട് ഡീപ്പ് അനലൈസിസ്. അതായത് ഡീപ്പായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അതിന് ജനറലായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ എന്താ പറയുന്നത്, സോളോയിങ് എന്നാണ്. ഡൈജസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് ചവച്ച് അരച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലേ, നമുക്ക് ദഹനം നടക്കണം അല്ലേ. അപ്പോൾ എന്താണ് അത് വേണ്ടത്, അതിന് തറോ റീഡിംഗ് വിത്ത് ഫുൾ കോംപ്രിഹെൻഷൻ. എന്ത് വേണം, അതിൽ നല്ല റീഡിംഗ് തന്നെ വേണം. ഇങ്ങനെയാണ് 3 റീഡിങ്ങിനെ കുറിച്ചിട്ട് പറയുന്ന 3 മെറ്റഫേഴ്സാണ് ഇത്. നെക്സ്റ്റ്: വൈ ഡസ് ബേക്കൻ റെക്കമെൻഡ് മാത്തമാറ്റിക്സ് ഫോർ എ വണ്ടറിങ് വിറ്റ്? എന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? മാത്തമാറ്റിക്സ് ഡിമാൻഡ്സ് സ്ട്രിക്റ്റ് അറ്റൻഷൻ ആൻഡ് ലോജിക്കൽ പ്രോഗ്രഷൻ. എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു കൂർമ്മ ബുദ്ധിയൊക്കെ കിട്ടാനുള്ളതാണ് മാത്സ് എന്ന് പറയുന്നത്. ഇഫ് ദ മൈൻഡ് വണ്ടേഴ്സ് ഡ്യൂറിങ് ദ മാത്തമാറ്റിക്കൽ പ്രൂഫ് വൺ മസ്റ്റ് സ്റ്റാർട്ട് ഓവർ. ദിസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻ ട്രെയിൻസ് ദ മൈൻഡ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് കറേജ് മെൻ്റൽ ഡിസ്ട്രാക്ഷൻ ആൻഡ് വാൻഡറിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
എന്താണ് മാത്സ് പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് എന്താണ് കുറച്ചുകൂടി കൂർമ്മമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിരീക്ഷിക്കാനൊക്കെ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്.